നമ്മൾ ഇന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് കാൻഡർ സെറ്റ് എന്ന് പറയുന്ന റിയൽ അനാലിസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റാണ്. ഇതിനുവേണ്ടി ചെയ്യുന്നത് നമ്മൾ സി നോട്ട് എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ 0, 1 എന്ന് എടുക്കുന്നു. അടുത്തതായി സി നോട്ടിൽ നിന്ന് ഇതിന്റെ മിഡിൽ തേർഡ് നമ്മൾ ഈ ഇന്റർവെലിനെ 3 ആക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 0 ഉണ്ടാകും, റൈറ്റ് സൈഡിലായിട്ട് 1 ഉണ്ട്. 3 ആക്കിയാൽ ഇവിടെ ഏകദേശം ഇവിടെയായിട്ട് 1/3 ഉണ്ടാകും, ഇവിടെ ഏകദേശം 2/3 ഉണ്ടാകും. മിഡിൽ തേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന 1/3 തൊട്ട് 2/3 വരെയുള്ള ആ ഒരു ഓപ്പൺ ഇന്റർവെൽ. അതായത് സി നോട്ടിൽ നിന്ന് നമ്മൾ 1/3, 2/3 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെൽ റിമൂവ് ചെയ്യുന്നു. അതിനെ C1 എന്ന് വിളിക്കുന്നു. അപ്പോൾ C1 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ക്ലോസ് ഇന്റർവെൽ ആണ്. 0, 1/3 എന്ന് പറയുന്ന എൻ പോയിന്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. യൂണിയൻ 2/3, 1. ആ ഇടയ്ക്കത്തെ മിഡിൽ തേർഡ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്യും ആണ് ചെയ്തിരിക്കുന്നത്. ഈ പോർഷൻ ഇല്ല. ഈ പ്രോസസ്സ് കണ്ടിരിക്കുന്നു. അതായത് അടുത്തതായിട്ട് C2 ഡിഫൈൻ ചെയ്യുന്നത് ഈ 0, 1/3 നിന്ന് മിഡിൽ തേർഡ് റിമൂവ് ചെയ്യുന്നു. ഇതിന്റെ മിഡിൽ തേർഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? ഇതിന്റെ മിഡിൽ തേർഡ് എന്ന് പറയുമ്പോൾ 1/3 ഇത് 1/9 ആണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് 2/9 ആണ്. അപ്പോൾ 1/9, 2/9 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്നത് 1/9, 2/9 റിമൂവ് ചെയ്യുന്നു. അതുകൂടാതെ ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ ഈ മിഡിൽ തേർഡ് റിമൂവ് ചെയ്യുന്നു. ഈ മിഡിൽ തേർഡ് എന്ന് പറയുമ്പോൾ അത് ഇത് ടോട്ടൽ എന്ന് പറയുന്നത് ഇത് 6/9 ആണ്. ഇത് 2/3 എന്ന് പറയുന്നത് 6/9 ആണ്. അടുത്തായിട്ട് ഇവിടെ വരുന്നത് 7/9, ഇവിടെ വരുന്നത് 8/9. അപ്പോൾ നമ്മൾ 7/9, 8/9 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെൽ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ C2 എന്ന് പറയുന്നത് ഫൈനലി വരുന്നത് 0 to 1/9 ക്ലോസ് ഇന്റർവെൽ യൂണിയൻ ഈ ഒരു മിഡിൽ തേർഡ് ഇത് റിമൂവ് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് പോയി. ഇത് പോയപ്പോൾ ഇതല്ല റിമൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മിഡിൽ തേർഡ് റിമൂവ് ചെയ്ത് പോയി. ബാക്കി വന്നിരിക്കുന്നത് 2/9, 1/3. അടുത്തതായിട്ട് ഈ മിഡിൽ തേർഡ് നേരത്തെ തന്നെ റിമൂവ് ചെയ്തിരുന്നു. അടുത്തതായിട്ട് ബാക്കി ഉള്ളത് 2/3, 7/9, 2/3, 7/9. അടുത്തതായിട്ട് ലാസ്റ്റ് ലെവൽ മിഡിൽ തേർഡ് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് 8/9, 1. ഇതാണ് നമ്മുടെ C2. നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് മിഡിൽ തേർഡുകൾ റിമൂവ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇപ്പോൾ C2വിനകത്ത് എത്ര ക്ലോസ് ഇന്റർവെല്ലുകളുണ്ട്? ആദ്യം C നോട്ട് നമുക്ക്. C നോട്ടിനകത്ത് ഒരു ക്ലോസ് ഇന്റർവെൽ ഉണ്ട്. C1നകത്ത് 2 ക്ലോസ് ഇന്റർവെൽ ഉണ്ട്. അതായത് C നോട്ടിനകത്ത് 2/0 ക്ലോസ് ഇന്റർവെൽസ്. C1 എന്ന് പറയുന്നത് 2/1 ക്ലോസ് ഇന്റർവെൽസിന്റെ യൂണിയൻ ആണ്. C2 എന്ന് പറയുന്നത് 2² ക്ലോസ് ഇന്റർവെൽസിന്റെ യൂണിയൻ ആണ്. അങ്ങനെ ആകുമ്പോൾ CN ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് 2/n ക്ലോസ് ഇന്റർവെൽസിന്റെ യൂണിയൻ ആയിരിക്കും. CNനകത്ത് 2/n ക്ലോസ് ഇന്റർവെൽസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ C0ഉം C1 തമ്മിൽ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? C0ഉം C1 തമ്മിൽ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് C1 ആണ്. കാരണം C1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് C0 ആണ്. ബിക്കോസ് വി നോ ദാറ്റ് when A is a subset of B, A intersection B എന്ന് പറയുന്നത് A തന്നെയാണ്. A is a subset of B, A intersection B is equal to A. Therefore, C0 intersection C1 is nothing but C1 itself. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് C equal to, C എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിന്റെ എല്ലാം കൂടി ഇന്റർസെക്ഷൻ n from 0 to infinity Cn. ഈ C എന്ന് പറയുന്ന സെറ്റ് ഇതിനകത്ത് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കണം. C എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവെൽ 0 നിന്ന് നമ്മൾ കുറേ ഓപ്പൺ ഇന്റർവെൽ റിമൂവ് ചെയ്തു. ഏതൊക്കെയാണ് ആദ്യം റിമൂവ് ചെയ്തത്? 1/3, 2/3 റിമൂവ് ചെയ്തു. അടുത്ത റിമൂവ് ചെയ്തത് 1/9, 2/9 റിമൂവ് ചെയ്തു. അടുത്ത ഇവിടെ 7/9 യൂണിയൻ 7/9, 8/9 റിമൂവ് ചെയ്തു. എക്സെട്ര. ഇതാണ് ഈ ഒരു സെറ്റിനെ വിളിക്കുന്ന പേരാണ് കാൻഡർ സെറ്റ്. അതായത് ഈ C എന്ന് പറയുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് കാൻഡർ സെറ്റ്. അപ്പോൾ സിയിൽ നിന്ന് നമുക്ക്
ഓരോ ഇന്റർവെല്ലിലും നമ്മൾ ക്ലോസ് ഇന്റർവെൽ 0 1 എടുത്തു, മിഡിൽ തേർഡ് റിമൂവ് ചെയ്തു, പിന്നീട് കിട്ടിയ 2 ക്ലോസ് ഇന്റർവെൽ അതിന്റെ മിഡിൽ തേർഡ് റിമൂവ് ചെയ്തു, പിന്നീട് കിട്ടിയത് 4 ക്ലോസ് ഇന്റർവെൽസ് അതിന്റെ മിഡിൽ തേർഡ് റിമൂവ് ചെയ്തു, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്ത ആ ഇന്റർവെൽസിന്റെ ലെങ്ത് നോക്കിയാൽ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുന്നത് ലെങ്ത് റിമൂവ്ഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം റിമൂവ് ചെയ്ത് 1/3, അടുത്തതായിട്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് 1/9 2 ടൈംസ്, അതുകൊണ്ട് 2 ടൈംസ് 1/9 പ്ലസ് അടുത്തതായിട്ട് 4 ടൈംസ് 1/3 പ്ലസ് എക്സെട്ര വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 2 ഇൻറ്റു 1/3 ഇത് 1/27 ആണ്. ഇവിടെ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസിന്റെ ഇതിനകത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ആണെന്ന് പറയുന്നത് 2 ഇൻറ്റു 1/3 ആണ്. 2 ഇൻറ്റു 1/3 എന്ന് പറയുന്നത് 2/3 വിച്ച് ഇസ് ലെസ് ദാൻ 1. അതുകൊണ്ട് ഈ ജോമെട്രിക് സീരീസ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്മേഷൻ എന്ന് പറയുന്നത് ഫൈനലി കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ജോമെട്രിക് സീരീസിന്റെ ഫോർമുല വെച്ച് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അത് a/1 മൈനസ് r ആണ്. a എന്ന് പറയുന്നത് 1/3/1 - 2/3 എന്ന് പറയുന്നത് 1 ആണ് നമ്മൾ ടോട്ടൽ റിമൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ക്ലോസ് ഇന്റർവൽ 0 1 ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബാക്കി വരുന്ന ക്യാരക്ടർ സെറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻ സം സെൻസ് വി ക്യാൻ സേ ദാറ്റ് ലെങ്ത് ഓഫ് ദി ക്യാരക്ടർ സെറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ബാക്കി വരുന്ന പോയിന്റ്സ് എന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് 1 2 എന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലെങ്ത് നമുക്കൊരു ഇത് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, ഇത് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയിന്റിന്റെ ലെങ്ത് 0 ആയതുകൊണ്ട് ടോട്ടൽ ലെങ്ത് 0 ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ക്യാരക്ടർ സെറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ 0 ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പറയാം. ഇനി നമ്മളുടെ അടുത്തതായിട്ട് വരാൻ പോകുന്ന റിസൾട്ടിൽ നമുക്ക് ക്യാരക്ടർ സെറ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റ് സെറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പെർഫെക്റ്റ് സെറ്റ്. അപ്പോൾ പെർഫെക്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എ സബ്സെറ്റ് ഓഫ് ആർ ഈസ് പെർഫെക്റ്റ്. ഇത് പെർഫെക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ ഒന്നാമത് ഇത് ക്ലോസ്ഡ് ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അത് മാത്രം പോരാ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് no isolated points. ഐസൊലേറ്റഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് നോക്കുക. ഐസൊലേറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് പോയിന്റ് അല്ലാത്ത ഒരു സെറ്റിലെ പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് പോയിന്റ്സ്. ഐസൊലേറ്റഡ് പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് പോയിന്റിന്റെ ഒരു 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 എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ ഐസൊലേറ്റഡ് പോയിന്റ് ആണ് എങ്കിൽ വി ക്യാൻ ഫൈൻഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം there exists epsilon greater than 0 such that v epsilon of a intersection a minus singleton set a. This is empty. അതായത് എയും എയുടെ ഏതോ ഒരു നെയ്ബർഹുഡും ക്യാപിറ്റൽ എയുമായിട്ടുള്ള ഇന്റർസെക്ഷനകത്ത് പരമാവധി ഉണ്ടാകാൻ പറ്റുന്നത് സ്മോൾ എ മാത്രമാണ്. അങ്ങനെയുള്ള പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് പോയിന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് ഇല്ല. അതുപോലെ തന്നെ ഇത് ക്ലോസ്ഡ് ആണ്. അതായത് ലിമിറ്റ് പോയിന്റ്സ് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ്സ് ആണ്. ലിമിറ്റ് പോയിന്റ്സ് അല്ലാത്ത വേറെ ഒന്നുമില്ല. എയിൽ എല്ലാ ലിമിറ്റ് പോയിന്റ്സും ഉണ്ട്. എയിലെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ്സ് ആണ്. അതായത് എയിൽ അതിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സും ഉണ്ട്. അതുകൂടാതെ തന്നെ എയിലെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ്സും ആണ്. അങ്ങനെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പെർഫെക്റ്റ് സെറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ്. ഇതിനകത്ത് എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ്സ് ആണ്. പുറത്തൊന്നും ലിമിറ്റ് പോയിന്റ്സ് ഒന്നുമില്ല. അടുത്തതായിട്ട് ക്യാൻഡർ സെറ്റ്. ഇതിപ്പോ ഇന്റർവെൽ ആണ്. ക്യാൻഡർ സെറ്റ് പെർഫെക്റ്റ് ആണ്. അതിന്റെ പ്രൂഫിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. പ്രൂഫ് ഒന്ന് ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു കാര്യം വേണമെങ്കിൽ പെട്ടെന്ന് നോക്കാം. ക്യാൻഡർ സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. എന്തുകൊണ്ട്? ക്യാൻഡർ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഓരോന്നും ക്ലോസ് ലെവൽസ് ആണ്. ക്ലോസ് ലെവലിന്റെ ഫൈനൈറ്റ് യൂണിയൻ ആണ് ഓരോ സി എന്നും. ഓരോ സി എന്നും ക്ലോസ് ലെവൽസിന്റെ ഫൈനൈറ്റ് യൂണിയൻ ആണ്. ക്ലോസ് ലെവൽസ് എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഫൈനൈറ്റ് യൂണിയൻ ക്ലോസ്ഡ് ആണ്. ഓൾ സി എൻസ് ആർ ക്ലോസ്ഡ്. അതുകൊണ്ട് എനി ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ് സെറ്റ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻഡർ സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അടുത്തതായിട്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം പെർഫെക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന്
അതിനകത്ത് ഐസൊലേറ്റഡ് പോയിന്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അത് ടെക്സ്റ്റിൽ അതിന്റെ ഒരു 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 എക്സസൈസ് ആയിട്ട് ഈ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ് ക്യാൻവാസ് സെറ്റ് ഈസ് പെർഫെക്റ്റ്. അതൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി പെർഫെക്റ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് അൺകൗണ്ടബിൾ ആയിരിക്കും. അതായത് അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഒന്നും പറ്റില്ല, കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സും പറ്റില്ല. അതിനകത്ത് അൺകൗണ്ടബിളി മെനി പോയിന്റ്സ് ഉണ്ടാകും. നമ്മളുടെ തിയറം എന്ന് പറയുന്നത് ഈ നോൺ എംപ്റ്റി പെർഫെക്റ്റ് സെറ്റ് ഈസ് അൺകൗണ്ടബിൾ. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. ഫൈ എന്ന് പറയുന്നത്, അതായത് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്, അതിനകത്ത് അതിന്റെ എല്ലാ പോസിബിൾ ലിമിറ്റ് പോയിന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് ഐസൊലേറ്റഡ് പോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് ഫൈ എന്ന് പറയുന്ന അക്കോർഡിംഗ് ടു അവർ ഡെഫിനിഷൻ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സെറ്റ്. എംപ്റ്റി സെറ്റ് പെർഫെക്റ്റ് ആണ്, ക്ലോസ് ഇന്റർവൽ പെർഫെക്റ്റ് ആണ്, ക്യാൻഡിൽ സെറ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് അൺകൗണ്ടബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ. ശരി, അപ്പൊ അതിനായിട്ട് നമ്മൾ പി എന്ന് പറയുന്നത് പി പെർഫെക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇത് ഫൈനൈറ്റ് ആകാൻ പറ്റുമെന്നുള്ളതാണ് ഫസ്റ്റ് പോസിബിലിറ്റി. ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ ഇഫ് പി ഈസ് ഫൈനൈറ്റ് then p is equal to some x1 x2 etc xn ഇത്രയും പോയിന്റ്സ് ആണ് ഉള്ളത്. പക്ഷേ ഈ x1 x2 etc xn എന്ന് പറയുന്ന എല്ലാം തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തൽക്കാലം ഈ x1 x2 x1 ലെസ് ദാൻ x2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ xn എന്ന് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു മിനിമം ഓഫ് xi plus 1 minus xi എന്ന് എടുക്കും. അതായത് രണ്ട് പോയിന്റ്സ് തമ്മിൽ ഡിസ്റ്റൻസ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ വി എപ്സിലോൺ ഓഫ് xi ഇന്റർസെക്ഷൻ പി എന്ന് പറയുന്നത് അതിനകത്ത് ആകെപ്പാടെ xi മാത്രമേ ഉണ്ടാവൂ, എപ്സിലോൺ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്നത് എന്താകും, അതുകൊണ്ട് തന്നെ xi എന്ന് പറയുന്നത് then xi ഐസൊലേറ്റഡ് ആകും. പക്ഷേ സെറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. Therefore, since P has no isolated points, അതുകൊണ്ട് P cannot be finite. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ്. P എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് P can be countable, P can be uncountable. നമ്മൾ അടുത്തതായിട്ട് P എന്ന് പറയുന്നത് കൗണ്ടബിൾ അല്ല എന്നും കൂടി പറഞ്ഞിരിക്കും. സപ്പോസ് P is countable. So P countable ആണെങ്കിൽ we can write P as x1, x2, x3, etc. P എലമെന്റ്സിനെ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാം, അത് കൗണ്ടബിൾ ആണെങ്കിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റ് I1 be a closed interval containing x1. ഇനി I1 എന്ന് പറയുന്നത് containing x1 in its interior. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് I1 എന്ന് പറയുന്നത് എ ബി ആണ് എങ്കിൽ x1 എയോ ബിയോ എൻ പോയിന്റ്സ് ഒന്നും ആകാൻ പാടില്ല, ബൗണ്ടറി പോയിന്റ്സ് ആകാൻ പാടില്ല. ഇതാണ് ഇന്റീരിയറിലാണ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അത് ഇൻസൈഡ് ആണ്. ഇനി x1 എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് അല്ല, കാരണം പിയിലെ ഒരു പോയിന്റും ഐസൊലേറ്റഡ് അല്ല. x1 ഈസ് നോട്ട് ഐസൊലേറ്റഡ്. ഐസൊലേറ്റഡ് അല്ല എങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം, x1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ ഇന്റർവൽ എടുക്കുകയാണെങ്കിലും നമ്മുടെ പിക്കകത്ത് നിന്ന് x1 അല്ലാതെയുള്ള ഒരു പോയിന്റെങ്കിലും ഉണ്ടാകണം. ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് I1ന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലോസ് ഇന്റർവെലിന്റെ ഇന്റീരിയർ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ ഇന്റർവെലാണ്. നമ്മളുടെ x1 എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഇന്റർവെലിലാണ്. x1 ഈ ഓപ്പൺ ഇന്റർവെലിലാണ്. ഇത് ഐസൊലേറ്റഡ് അല്ല എന്നുള്ളത് കൊണ്ട് x1 എവിടെയാണ്, x1 ഐസൊലേറ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഓപ്പൺ ഇന്റർവെൽ
ഐസൊലേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ ഇത് പിയുമായിട്ട് എക്സ് അല്ലാത്തൊരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്യും. Therefore, interior of I1 contains a point. ആ പോയിന്റ് നമുക്ക് തൽക്കാലം y2 എന്ന് വിളിക്കാം. y2 in P, y2 not equal to x. അപ്പോൾ ഇന്റീരിയർ ഇല്ലാത്ത ഒരു പോയിന്റ് നമുക്ക് ഇപ്പോൾ കിട്ടി. അതിനെ നമ്മൾ തൽക്കാലം y2 എന്ന് വിളിച്ചു. ശരിക്കും നോക്കുക, നമ്മളുടെ ഐ എന്ന് പറയുന്നത് ഇതാണ്. ഐ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഇന്റർവെല്ലാണ്. x1 ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതോ ഒരു y2 എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പുതിയ ഇന്റർവൽ I2 കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. I2 എന്ന് പറയുന്നത് y2 സെന്റർ ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് I2 നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ഈ y2 സെന്റർ ആയിട്ടാണ്. y2 സെന്റർ ആയിട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുന്നു, റൈറ്റിലേക്ക് എടുക്കുന്നു. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എടുക്കുമ്പോൾ അത് പിക്ക് ഉള്ളിലായിരിക്കണം. ഇത് I1 ആണ്. എടുക്കുന്നത് പി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം. അത് പിക്ക് ഉള്ളിലായിരിക്കണം. അതേപോലെ തന്നെ x1 കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. അതിന് എന്ത് ചെയ്താൽ മതി, y2 നിന്ന് x1 ഡിസ്റ്റൻസ് എടുക്കുക. അതിന്റെ ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു I2 എന്ന് പറയുന്ന ഇന്റർവൽ. ഇതാണ് നമ്മളുടെ I2 എന്ന് പറയുന്ന ക്ലോസ് ഓപ്പൺ ഇന്റർവൽ അല്ല, I2 എന്ന് പറയുന്ന ക്ലോസ് ഇന്റർവൽ. അപ്പോൾ നമ്മുടെ I2ന്റെ പ്രത്യേകത എന്ന് പറയുന്ന I2 എന്ന് പറയുന്ന I1ലാണ്. Take I2 closed interval centered at y2, I2 subset of I1, but x1 not in I2. ഇതാണ് I2ന്റെ കൺസ്ട്രക്ഷൻ. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ I2 എന്ന് പറയുന്നത് നമുക്ക് എടുക്കാവുന്നത് ഇത് I2 എടുത്തു കഴിയുമ്പോൾ അത് എക്കും ബിക്കും പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് y2 നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മാക്സിമം നമുക്ക് എവിടെ വരെ പോകാം, എ വരെ പോകാം. പക്ഷേ x1 ഉൾക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിന്റെ എൻ പോയിന്റ് എന്ന് പറയുന്നത് y2 മൈനസ് എ അത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ബി മൈനസ് y2 അത് കൺസിഡർ ചെയ്യണം. അതുകൂടാതെ അതിപ്പോൾ x1 ലെഫ്റ്റിലും ആകാം റൈറ്റിലും ആകാം. അപ്പോൾ y2 മൈനസ് x1 ആ ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ I2ന്റെ നമുക്ക് എടുക്കാവുന്നത് I2 എന്ന് പറയുന്നത് I2 we can take as y2 minus epsilon, y2 plus epsilon, where epsilon equal to minimum of y2 minus a, b minus y2, അടുത്തതായിട്ട് എയും ബിയും എക്സും x1 മൈനസ് y2. ഇങ്ങനെയാണ് നമ്മൾ എപ്സിലോൺ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ I2 is guaranteed to be inside എന്നാണ് I1. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് y2 എന്ന് പറയുന്ന ഐസൊലേറ്റഡ് ആണ്. y2 എന്ന് പറയുന്ന ഐസൊലേറ്റഡ് അല്ല. എന്തുകൊണ്ടാണ് ഐസൊലേറ്റഡ് അല്ലാത്ത? പിക്കകത്തെ പോയിന്റ് ആയതുകൊണ്ട്. y2 എന്ന് പറയുന്നു ഇവിടെ നമ്മൾ y2 belongs to p ആണ്. Therefore y2 not isolated in p. p ഐസൊലേറ്റഡ് അല്ല. അതുകൊണ്ട് there exists y3 in p in the interior of I2, y3 not equal to നേരത്തെ എടുത്ത x2 ഈക്വൽ അല്ലാതെ ഒരു y2 നമുക്ക് വീണ്ടും കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഓർക്കണം, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു y2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അടുത്തതായിട്ട് y3 എടുത്തു. y2 എന്ന് പറയുന്ന x1 അല്ല, y3 എന്ന് പറയുന്ന x2 അല്ല. നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പോവാണ്. അടുത്തതായിട്ട് I3 closed interval centered at y3 not containing not containing x2 and I3 containing I2. അടുത്തതായിട്ട് I3യും പിയും, അതിന്റെ I3 എന്ന് പറയുന്നത് എവിടെയാണ്? I2ലാണ്. I3 പി ഇന്റർസെക്ഷൻ പറയുന്നത് 5 അല്ലേ? അതുകൊണ്ട് കാരണം അതാണ് y3 belongs to I3 ആണ്. നമ്മളിങ്ങനെ തുറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ലൈക്ക് ദിസ്. We get
സീക്വൻസ് ഓഫ് ക്ലോസ് ഇന്റർവെൽസ് I1, I2, എക്സെട്ര. ഇതിനകത്ത് പ്രത്യേകത എന്താണ്? x2 എന്ന് പറയുന്നത് I1-ലില്ല, x3 എന്ന് പറയുന്നത് I2-ലില്ല, പക്ഷേ I2 സബ്സെറ്റ് ഓഫ് I1 ആണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് IN+1 സബ്സെറ്റ് ഓഫ് IN ആണ്. അടുത്തതായിട്ട് xn നോട്ട് ഇൻ IN+1 ആണ്. തേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് IN ഇന്റർസെക്ഷൻ P ഓരോ സമയത്തും അത് പൈ അല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റ് AN ഈക്വൽ ടു IN ഇന്റർസെക്ഷൻ P. IN ക്ലോസ്ഡ് ആണ്, P എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, P പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ക്ലോസ്ഡ് ആയതുകൊണ്ട് അതുകൊണ്ട് KN എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. IN ക്ലോസ്ഡ്, P ക്ലോസ്ഡ്, പ്ലസ് KN ക്ലോസ്ഡ്. അപ്പോൾ നമ്മളുടെ KN എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റായി. ഇനി അടുത്തതായിട്ട് K എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റാണ്. KN എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ് KN ബൗണ്ടഡ് ആയത്? KN എന്ന് പറയുന്ന IN-ന്റെ സബ്സെറ്റ് ആണ്. IN എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ ആണ്. KN ക്ലോസ്ഡ് ആണ്, KN ബൗണ്ടഡ് ആണ്. KN സബ്സെറ്റ് ഓഫ് IN ഇംപ്ലൈസ് KN ബൗണ്ടഡ്. ഇനി നമ്മളുടെ ഹെയ്ൻ-ബോറൽ തിയറം എടുക്കുകയാണെങ്കിൽ ബൈ ഹെയ്ൻ-ബോറൽ തിയറം അതുകൊണ്ട് KN എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. അതേപോലെ തന്നെ K1 സബ്സെറ്റ് ഓഫ് K2 സബ്സെറ്റ് ഓഫ്, അതായത് ഒരു നെസ്റ്റഡ് ഇന്റർവൽ ഓഫ് ക്ലോസ്ഡ് ആൻഡ് കോമ്പാക്ട് ഇന്റർവൽസ് ആയതുകൊണ്ട് ഇതിന് ഒരു ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആയിരിക്കും. Therefore intersection I equal to 1 to infinity, Kn not equal to 5. Therefore x belongs to intersection I from 1 to infinity Kn. പക്ഷേ ആ x എന്ന് പറയുന്നത് P-യിലുമുണ്ട്. പക്ഷേ ആ x എന്ന് പറയുന്നത് I1 അല്ല, I2 സോറി x1 അല്ല, x2 അല്ല, x3 അല്ല, ഇതൊന്നും അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത x1, x2, എക്സെട്ര അല്ലാത്ത ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ബട്ട് x not equal to x1, x2, എക്സെട്ര. Therefore നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത P എന്ന് പറയുന്നപ്പോൾ എന്തല്ല, P എന്ന് പറയുന്നപ്പോൾ x1, x2, കാരണം P-ക്കകത്ത് ഒരു പോയിന്റ് ഇതിനകത്തുണ്ട്, അതുകൊണ്ട് നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല. Therefore P is uncountable. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു പെർഫെക്റ്റ് സെറ്റ് നോൺ എംപ്റ്റി ആണ് എങ്കിൽ അതിനെ ഒരിക്കലും ഫൈനൈറ്റോ കൗണ്ടബിളോ ആകാൻ പറ്റില്ല. ദാറ്റ് മസ്റ്റ് ബി അൺകൗണ്ടബിൾ. സോ ദ പ്രൂഫ് ഈസ് കംപ്ലീറ്റ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു തരം സെറ്റുകളെ പറ്റിയാണ്, കണക്റ്റഡ് സെറ്റ്സ്. അപ്പോൾ കണക്റ്റഡ് സെറ്റ് നമുക്ക് സാധാരണഗതിയിൽ നമുക്കൊരു ഏകദേശം ഒരു ധാരണയുണ്ട് അതിനെപ്പറ്റി. ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്പൺ ഇന്റർവൽ 1, 2 യൂണിയൻ 3, 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു വിഷ്വലൈസേഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് കൗണ്ടഡ് അല്ല, ഇത് കണക്റ്റഡ് അല്ല. കാരണം 1, 2, 3, 4 ഇടയിൽ ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ കണക്റ്റഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഡെഫിനിഷൻ ഏകദേശം ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിലാണ്, എന്നാലും കുറച്ചുകൂടി റിഗറസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. 2 non-empty set A and B in R are separated. നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് രണ്ട് സെറ്റുകൾ എപ്പോഴാണ് സെപ്പറേറ്റഡ് ആകുന്നത്? If A closure intersection B and A intersection B closure, അതായത് A closure എന്ന് പറഞ്ഞാൽ എയും എയോട് അടുത്ത് നിൽക്കുന്ന പോയിന്റ്സും are both empty. അതായത് എയും ബിയുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, എയോട് അടുത്തിരിക്കുന്ന പോയിന്റ്സും ബിയുമായിട്ട് ബന്ധമില്ല. എയും ബിയുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, എയും ബിയോട് അടുത്തിരിക്കുന്ന പോയിന്റ്സുമായിട്ട് പോലും യാതൊരു ബന്ധവുമില്ല. അടുത്തതായിട്ട് set E is disconnected if we can write E equal to A union B, where A and B are separated.
അങ്ങനെ ഇയെ നമുക്ക് രണ്ട് സെപ്പറേറ്റഡ് സെറ്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് ഒരു ഡിസ്കണക്റ്റഡ് സെറ്റ് ആണ്. ഇഫ് വി കനോട്ട് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല എങ്കിൽ ഇഫ് ഇ ഈസ് നോട്ട് ഡിസ്കണക്റ്റഡ് then he is connected. ഇതാണ് നമുക്ക് അടുത്തായിട്ട് പറയാം. ഇ എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് അല്ല എങ്കിൽ ഇ കണക്റ്റഡ് ആണ്. എക്സാമ്പിൾ എടുത്താൽ നമ്മുടെ A is equal to open interval 1, 2, B is equal to open interval 2, 5. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നോക്കിയാൽ ഇത് 1, 2, അടുത്തതായിട്ട് 3, 4, 5. ഇത് ഓപ്പൺ ഇന്റർവെല്ലാണ്. നമുക്ക് നോക്കുമ്പോൾ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും ഈ രണ്ട് സെറ്റുകൾ പരസ്പരം ഡിസ്കണക്റ്റഡ് ആണ്. കാരണം എ ക്ലോഷർ എന്ന് പറയുന്നത് ഇവിടെ 1, 2 ആണ്. അടുത്തതായിട്ട് ബി എന്ന് പറയുന്നത് equal to 2, 5. Therefore, A closure intersection B എന്ന് പറയുന്നത് empty ആണ്. അടുത്തതായിട്ട് A B closure എന്ന് പറയുന്നത് 2, 5. ക്ലോസ് ഓപ്പൺ ഇന്റർവെലിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവെൽ ആണ്. അതിനാൽ ഏതൊരു ഇന്റർവെൽ എടുത്താലും അതിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ക്ലോസ് ഇന്റർവെൽ ആണ്. അതുകൊണ്ട് A intersection B closure എന്നാണ്, അതും 5 ആണ്. Therefore, A and B are separated. ഇതാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള സെറ്റിന് എക്സാമ്പിൾസ്. അടുത്തത് റാഷണൽ നമ്പേഴ്സ് Q. ഇത് ഡിസ്കണക്റ്റഡ് ആണ്. ഇത് പ്രൂവ് ചെയ്യാനുള്ള മാർഗം നമുക്ക് തൽക്കാലം ക്യൂവിനെ രണ്ട് പോർഷനാക്കി മാറ്റാം. A equal to Q intersection minus infinity root 2. B equal to Q intersection root 2 plus infinity. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എ ക്ലോഷർ എന്ന് പറയുന്നതിനകത്ത് വരാൻ പോകുന്ന അങ്ങേയറ്റം റൂട്ട് വരെയുള്ള എല്ലാ റാഷണൽ പോയിന്റ്സും വരും, പക്ഷെ റൂട്ട് വരില്ല. ബി ക്ലോഷറിനകത്ത് റൂട്ട് ടുവിന്റെ റൈറ്റ് വരെയുള്ള എല്ലാ റാഷണൽസും വരും, പക്ഷെ റൂട്ട് വരില്ല. പക്ഷെ എങ്ങനെ എടുത്താലും എ ക്ലോഷർ ഇന്റർസെക്ഷൻ പി എന്ന് പറയുന്നത് എം ടി ആണ്. കാരണം എ ക്ലോഷറിനകത്ത് വരുന്നത് റൂട്ട് വരെയാണ്. എ ക്ലോഷർ ഈക്വൽ ടു ക്യൂ ഇന്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി റൂട്ട് 2. B closure equal to Q intersection അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ക്ലോഷർ നമുക്ക് അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം നോക്കിയാൽ മതി. എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി റൂട്ട് 2 ആണ്. അതുകൊണ്ട് എ ക്ലോഷർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി റൂട്ട് 2 ഇത്രയുമേ വരും. അതുപോലെ തന്നെ ബി ക്ലോഷർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് റൂട്ട് 2 ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എയിലെ ഏതൊരു ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 2 ആയിരിക്കും. അതുപോലെ ബിയിലെ എനി ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 2 ആയിരിക്കും. എന്തായാലും എ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ എന്ന് പറയുന്നത് എംറ്റി ആയിരിക്കും. കാരണം ബിയിലെ ലിമിറ്റ് പോയിന്റ്സ് എല്ലാം റൂട്ട് 2 തൊട്ടേ വരുന്നത്, പക്ഷേ എയിൽ റൂട്ട് 2 ഇല്ല. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ എന്ന് പറയുന്നത് 5 ആണ്. അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ 5 ആണ്. അതേപോലെ എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആണ്.
അതുകൊണ്ട് Q എന്ന് പറയുന്നത് ഒരു ഡിസ്കണക്റ്റഡ് സെറ്റ്. അടുത്തതായി ഒരു റിസൾട്ട് a set E subset of R is connected if and only if for all non-empty disjoint sets A and B satisfying E equal to A union B, there always exists a convergence sequence xn going to x with xn contained in one of A or B and x an element of the അതായത് ഇത് കണക്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ എ ബി ഏത് നോൺ എംപ്റ്റി സെറ്റ്, അതായത് ഇയെ നമ്മൾ രണ്ട് നോൺ എംപ്റ്റി സെറ്റുകളായിട്ട് കണക്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇയെ നമ്മൾ രണ്ട് സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയായിരിക്കുക. അങ്ങനെയാണെങ്കിൽ കണക്റ്റഡ് ആണെങ്കിൽ എയിലെ ഒരു സീക്വൻസ് ബിയിലെ ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ ബിയിലെ ഒരു സീക്വൻസ് എയിലെ ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഈ കണക്റ്റഡ് ആണെങ്കിൽ എയിലെ ഒരു സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത് ബിയിലെ ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. നേരെ തിരിച്ച് ഇങ്ങനെ ഈ രണ്ട് സെറ്റുകൾ എയും ബിയും രണ്ട് സെറ്റുകളാണ്. ഏത് രണ്ട് സെറ്റുകൾ എടുത്താലും എയിലെ സീക്വൻസ് ബിയിലെ ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിയിലെ സീക്വൻസ് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും ഇ എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിരിക്കും. ഇതിന്റെ പ്രൂഫിലേക്ക് നമ്മൾ പോകുന്നില്ല. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെറ്റ് കണക്റ്റഡ് ആണ് എങ്കിൽ, ഒരു സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കണക്റ്റഡ് ആണ്, നോൺ എംപ്റ്റി ആണെങ്കിൽ അത് ഒരു ഇന്റർവെൽ ആയിരിക്കും. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ അത് ക്ലോസ്ഡ് ആകാം, ഓപ്പൺ ആകാം, ലെഫ്റ്റ് ക്ലോസ് റൈറ്റ് ഓപ്പൺ ആകാം, റൈറ്റ് ക്ലോസ് ലെഫ്റ്റ് ഓപ്പൺ ആകാം. സെറ്റ് ഈ സബ്സെറ്റ് ഓഫ് R ഈസ് connected if and only whenever A less than C less than B with AB in E, we have C belongs to E as well. അതായത് എയും ബിയും ഇയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഏത് പോയിന്റ്സും ഇയിൽ തന്നെ ഉണ്ട്. അതായത് ഈ ഇന്റർവെല്ലാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പൊ ശരി, നമുക്ക് ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് പ്രൂവ് ചെയ്യണം. Assume that E is connected. അതേപോലെ തന്നെ എ ബി രണ്ടും ഇയിലാണ്. എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് -∞ തൊട്ട് സി ഇന്റർസെക്ഷൻ, അതായത് സിയുടെ ലെഫ്റ്റിലേക്ക് വരുന്ന പോയിന്റ്സ്, സി ഇതിനകത്തുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സിയുടെ ലെഫ്റ്റിൽ വരുന്ന പോയിന്റ്സ് എല്ലാം കൂടി ചേർത്ത് എ എന്ന് എടുത്തു. ഇയിലുള്ള സിയുടെ ലെഫ്റ്റിലെ പോയിന്റ്സ് അല്ല. ബി എന്ന് പറയുന്നത് ഈ ഇന്റർസെക്ഷൻ സി ഇൻഫിനിറ്റി. സിയുടെ റൈറ്റിലെ പോയിന്റ്സ് ഇയിലുള്ളത്, ഇതാണ് എ ബി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത്
എ ഉണ്ടാവും, ബി ബിലോങ്സ് ടു ബി ആണ്. therefore എ ബി ഒന്നുമില്ല, അപ്പോൾ നോൺ എംപ്റ്റി, എ എംപ്റ്റി അല്ല. അപ്പോൾ എ ബി ഇപ്പോൾ നോൺ എംപ്റ്റി ആണ്. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ തൊട്ട് മുൻപുള്ള ഒരു ക്യൂവിന്റെ എക്സാമ്പിൾ കണ്ടു. ഇങ്ങനെയാണെങ്കിൽ എയിൽ ബിയിലെ ലിമിറ്റ് പോയിന്റ്സ്, ബിയുടെ ലിമിറ്റ് പോയിന്റ്സ് ഉണ്ടാവില്ല. കാരണം ബിയുടെ ലിമിറ്റ് പോയിന്റ്സ് എല്ലാം ഗ്രേറ്റർ ദാൻ ഡബിൾ സി ആണ്. എയുടെ ലിമിറ്റ് പോയിന്റ്സ് എല്ലാം തന്നെ ലെസ് ദാൻ ഡബിൾ സി ആണ്. അതുകൊണ്ട് എയുടെ ഒരു ലിമിറ്റ് പോയിന്റും ബിയിൽ ഉണ്ടാവില്ല, ബിയുടെ ഒരു ലിമിറ്റ് പോയിന്റും എയിൽ ഉണ്ടാവില്ല. It has no limit points in B. B has no limit points in A. ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ മനസ്സിലാകും. ഇനി അടുത്തതായിട്ട് ഇ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ തൊട്ട് മുമ്പത്തെ തീർത്തിൽ പറഞ്ഞ ഓർക്ക്, ഇ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ് എങ്കിൽ ഇയെ നമ്മൾ എ യൂണിയൻ ബി എന്ന് എഴുതുകയാണെങ്കിൽ എയിലെ ഒരു സീക്വൻസ് ബിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നതിനകത്ത് എയുടെ ലിമിറ്റ് പോയിന്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ ബിയിലെ ഒരു സീക്വൻസ് എയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബിയുടെ ലിമിറ്റ് പോയിന്റ് എയിൽ ഉണ്ടാകണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഇന്റർവെലിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. എ ഹാസ് നോ ലിമിറ്റ് പോയിന്റ് ഇൻ ബി, ബി ഹാസ് നോ ലിമിറ്റ് പോയിന്റ് ഇൻ എ. therefore by previous theorem, if E equal to A യൂണിയൻ B, അങ്ങനെയാണെങ്കിൽ E ഡിസ്കണക്റ്റഡ് ആവും. പക്ഷെ നമ്മുടെ അസംഷൻ അനുസരിച്ച് എന്തല്ല, ഈ ഡിസ്കണക്റ്റഡ് അല്ല, ഈ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആകാൻ പറ്റില്ല. പക്ഷെ എ യൂണിയൻ ബിയിൽ ആകെ മിസ് ചെയ്തിരിക്കുന്ന ഇയിലെ പോയിന്റ് എന്ത് മാത്രമായിരിക്കും? സിയുടെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ പോയിന്റ്സും ബിയിലുള്ളത് നമ്മൾ എയിൽ എടുത്തു, സിയുടെ റൈറ്റിലേക്കുള്ള എല്ലാ പോയിന്റ്സും ഇയിലുള്ളത് ബിയിൽ എടുത്തു. ഇനി മിസ് ചെയ്തിരിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു പോയിന്റ് ഏതാണ്? അത് സി മാത്രമാണ്. therefore C must belong to A യൂണിയൻ ബി അല്ല എങ്കിൽ അതിനകത്ത് ഒരു പോയിന്റ് എങ്കിലും മിസ് ആയിട്ടുണ്ട്. പക്ഷെ മിസ് ചെയ്തതായിട്ട് കാണുന്ന ആകപ്പാടെ സി മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. therefore C belongs to A. അതുകൊണ്ട് ഈ കണക്റ്റഡ് ആണെങ്കിൽ എ ബി ഇയിലുണ്ടെങ്കിൽ എ ബിക്ക് ഇടയിലുള്ള ഏത് പോയിന്റും എയിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കണക്റ്റഡ് ആണെങ്കിൽ ഇയുടെ ഫോം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇങ്ങനെ ഒരു E1 E2 ക്ലോസ് ഇന്റർവെൽ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ E1 E2 ആകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ ആകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് ആകാം. ഈ ഇത്രയും ഫോംസ് പറ്റിയിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇ എന്ന് പറയുന്ന ഈ ഒരു ഫോമിലാണെങ്കിൽ എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി ആകുമ്പോഴേക്ക് എയും ബിയും ഉള്ളപ്പോഴേക്ക് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി അതിനകത്ത് സിയും അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണക്റ്റഡ് ആണ്. Conversely, suppose E satisfies AB belongs to E implies any C such that A less than C less than B also is in C. That is, E is an interval. നമുക്ക് ഈ എ ലെറ്റ് ഇ ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് എഴുതി നോക്കാം. എയും ബിയും എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി disjoint. അടുത്തതായിട്ട് നമ്മൾ എയിൽ നിന്ന് ഒരു എ നോട്ട് എടുക്കുന്നു, ബിയിൽ നിന്ന് ഒരു ബി നോട്ട് എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എയും ബിയും രണ്ട് സെറ്റുകളാണ്, അതുകൊണ്ട് എ നോട്ട് ലെസ് ദാൻ ബി നോട്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലെ എലമെന്റ്സിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എ ബി എന്നുള്ളതിന് പകരം പേര് തിരിച്ചു മാറ്റിയിട്ട് അത് രണ്ടിന് പേര് മാറ്റിയാൽ മാത്രം മതി. എന്തായാലും എ നോട്ട് ലെസ് ദാൻ ബി നോട്ട് എന്ന് വിചാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് ലെറ്റ് ഐ നോട്ട് നമ്മളൊരു ക്ലോസ് ലെവൽ ഉണ്ടാകാൻ പോവാണ്. എ നോട്ട് ബി നോട്ട്.
ഇതാണ് നമ്മുടെ ഐ നോട്ട് എന്ന് പറയുന്നത്. ഇനി ഐ എന്ന് പറയുന്ന ഇത് എ നോട്ടും ബി നോട്ടും ഉണ്ട്. എ നോട്ടും ബി നോട്ടും തന്നെ രണ്ടും തന്നെ ക്യാപിറ്റൽ എയിലെയും ബിയിലെ എലമെന്റ്സ് ആണ്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ ഇയിലെ എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇന്റർവെൽ ആയതുകൊണ്ട് എ നോട്ട് ബി നോട്ട് എന്ന് പറയുന്നത് ഇത് സബ്സെറ്റ് ഓഫ് ഇ ആണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ബൈസെക്ട് ഐ നോട്ട് into 2 halves. ക്ലോസ് ഇന്റർവെൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എയിലായിരിക്കും അല്ലെങ്കിൽ ബി ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഐ നോട്ടിനെ രണ്ട് ഇന്റർവെൽ ആക്കി അതിനെ നമുക്ക് വേണമെങ്കിൽ J1 J2 എന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഐ നോട്ടിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏതോ ഒരു സി ആണ് എങ്കിൽ ആ മിഡ് പോയിന്റ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എ നോട്ട് സി സി ബി നോട്ട് ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഈ നമ്മളിപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതുതായിട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ വിചാരിക്കുക എ നോട്ട് സി സി ബി നോട്ട് ഇങ്ങനെ വിചാരിക്കുക. നമ്മൾ ഇതിനകത്ത് നിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ നിന്ന് ഇതിനകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ എ നോട്ട് സി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സി എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. ഒരു കാര്യം അറിയാം, എ നോട്ട് എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് ഒരു പിക്ചർ വെച്ച് നോക്കാം. ഇവിടെ ഈ എ നോട്ട് എന്ന് പറയുന്നത് ഇത് ക്യാപിറ്റൽ എയിലെ പോയിന്റ് ആണ്, ഇത് ബി നോട്ട് ഇത് ക്യാപിറ്റൽ ബിയിലെ പോയിന്റ് ആണ്, ഇതിന്റെ മിഡ് പോയിന്റ് സി. ഈ എ നോട്ട് സി എന്ന് പറയുന്നത് ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എയിലാണ് എങ്കിൽ, ഇതും എയിലാണ് എങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സി ബി നോട്ട് എന്ന് പറയുന്ന ഇന്റർവെൽ എടുക്കും. ഇവിടെ നോക്കുക, എ നോട്ട് സി എന്ന് പറയുന്ന എയിലാണ് എങ്കിൽ നമ്മൾ സി ബി നോട്ട് എന്ന് പറയുന്ന ഇന്റർവെൽ എടുക്കുന്നു. കാരണം ലെഫ്റ്റ് എൻഡ് പോയിന്റ് എയിലും റൈറ്റ് എൻഡ് പോയിന്റ് ബിയിലും. ഇനി നേരെ തിരിച്ച് നമ്മളുടെ സി എന്ന് പറയുന്ന ബിയിലാണ് എങ്കിൽ നമ്മൾ എ നോട്ട് സി എന്ന് പറയുന്ന ഇന്റർവെൽ എടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ വീണ്ടും ലെഫ്റ്റ് എൻഡ് പോയിന്റ് എയിൽ റൈറ്റ് എൻഡ് പോയിന്റ് ബിയിലാവും. അപ്പൊ എങ്ങനെയായാലും ഇതിനകത്ത് നിന്ന് ഒരു ഹാഫ് എടുക്കുക. ആ ഒരു ഹാഫ് എങ്ങനെ എടുക്കുന്നത്? ആ ഒരു ഹാഫ് എടുക്കുന്നത് ആ ഇന്റർവെലിന്റെ ഒരു എൻഡ് പോയിന്റ് എയിലും മറ്റേ എൻഡ് പോയിന്റ് ബിയിലും ആയിരിക്കണം. ചൂസ് one half such that its left end point is in A, right end point is in B. അപ്പോൾ ആ ഇന്റർവെല്ലിൽ നമുക്ക് A1 equal to I1 equal to A1 B1 എന്ന് വിളിക്കാം. ഇവിടെ A1 belongs to A ആണ്, B1 belongs to B ആണ്. ഓർക്കണം, നമ്മളുടെ I1 എന്ന് പറയുന്ന I നോട്ടിന്റെ ഹാഫ് ലെങ്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ലെങ്ത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ സ്റ്റെപ്പിലും. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തതായിട്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ IN continuing like this, IN equal to AN BN. എന്താണ് ഇതിന്റെ പ്രത്യേകത? AN എന്ന് പറയുന്നത് എയിലാണ്, അത് ബിയിലാണ്. ഒരു കാര്യം ഇവിടെ ഓർക്കണം, BN മൈനസ് AN എന്ന് പറയുന്ന ഓരോ തവണയും ഹാഫ് ഹാഫ് കുറയുകയാണ്. അതുകൊണ്ട് ഇത് ഡിസ്റ്റൻസ് ടെൻസ് ടു 0 ആണ്. അതേപോലെ തന്നെ I1 contains I2 contains എക്സെട്ര ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഇന്റർസെക്ഷൻ IN, അതേപോലെ തന്നെ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ ഇത് ഡിക്രീസിങ് ആയിട്ടുള്ള, അതായത് ഇന്റർവൽ ലെങ്ത് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഡിക്രീസിങ് സീക്വൻസ് ഓഫ് ഡിക്രീസിങ് നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ. സോ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി വെച്ച് ഇന്റർസെക്ഷൻ IN എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണ്. Therefore some x belongs to intersection IN. എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സ് എന്ന് പറയുന്നതിന്റെ എക്സിന്റെ ലെഫ്റ്റിൽ BNകളുണ്ട്, സോറി എക്സിന് റൈറ്റിൽ BNകളുണ്ട്. അതുകൊണ്ട് BN കൺവെർജസ് ടു എക്സ് ഫ്രം റൈറ്റ് ആണ്, AN കൺവെർജസ് ടു എക്സ് ഫ്രം ലെഫ്റ്റ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ANകളുടെയും BNകളുടെയും ലിമിറ്റ് പോയിന്റ് ആണ്. പക്ഷേ എക്സ് എന്ന് പറയുന്നത് പക്ഷേ എവിടുത്തെ പോയിന്റ് ആണ്?
എക്സ് എന്ന് പറയുന്നത് ഇയിലെ പോയിന്റ് ആണ്. കാരണം ഇയിൽ ഈ ഇടയ്ക്കത്തെ എല്ലാ ബി എനും എ എനും ഇടയിലുള്ള എല്ലാ പോയിന്റ്സും നമ്മുടെ ഇയിലുണ്ട്. അതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ഇ ആണ്. എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ എയിലാണ് ഓർ എക്സ് ഇൻ ബി ആണ്. പക്ഷേ എക്സ് എയിലാണ് എങ്കിൽ നമുക്ക് പറയാം ബി എൻ ഇതാണ് ശരിയെങ്കിൽ ബി എൻ കൺവേർട്സ് ടു എക്സ്. അതുകൊണ്ട് ഇത് എക്സ് എന്ന് പറയുന്നത് ബിയുടെ ലിമിറ്റ് പോയിന്റ് ആണ്. നേരെ തിരിച്ച് എക്സ് എന്ന് പറയുന്നത് ബിയിലാണ് എങ്കിൽ നമുക്ക് പറയാം, നമ്മൾ എന്ത് പറയും, എക്സ് ബിയിലാണെങ്കിൽ എ എൻ കൺവേർജസ് ടു എക്സ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അതുകൊണ്ട് കിട്ടും എക്സ് ബിലോങ്സ് ടു ബി ക്ലോഷർ. ഇവിടെ നമുക്ക് കിട്ടും എക്സ് ബിലോങ്സ് ടു എ ക്ലോഷർ. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇത് എക്സ് എന്തായാലും ഇവിടെ എയിലാണ്, പക്ഷേ എക്സ് ബി ക്ലോഷറാണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ എം ടി ആണ്, നോൺ എം ടി ആണ്. ഇംപ്ലൈസ് എ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ നോട്ട് ഈക്വൽ ടു 5. ഇംപ്ലൈസ് എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തപ്പോൾ അതിന്റെ സെറ്റുകൾ എന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് അല്ല എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇ എന്ന് പറയുന്നത് എന്ത് സെറ്റല്ല, therefore E is not separated. സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മളുടെ ഇതിനകത്തെ ഈ സെക്ഷനിലെ ഫൈനൽ റിസൾട്ട്. ഇനി നമ്മുടെ ഇതിനകത്തെ എക്സസൈസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷൻ പറയുന്നത് ടോട്ടലി ഡിസ്കണക്റ്റഡ് എന്നുള്ളതാണ്. A set E is totally disconnected if given any 2 points x, y in E, there exist separated sets A, B such that x belongs to A, y belongs to B, E equal to A. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് പറയുന്നത് ടോട്ടലി ഡിസ്കണക്റ്റഡ് ആണ്. എങ്ങനെയാണെന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു.